നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അത് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ചോദ്യങ്ങൾ പരിശീലിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ഉണ്ട്. സോ നിങ്ങൾക്ക് PSCയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. നോട്ട് എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ അത് ഫോളോ ചെയ്യാത്തവരെ തീർച്ചയായും ഉടൻ തന്നെ ഫോളോ ചെയ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് മെയിൻ ആയിട്ടും +2 ലെവൽ എക്സാം ആണ് കേട്ടോ. +2 ലെവൽ എക്സാമിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏതാണ്? സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം: മൗലിക അവകാശം, വിനോദത്തിനുള്ള അവകാശം, സംഘം ചേരുന്നതിനുള്ള അവകാശം, സ്വത്ത് ആർജിക്കുന്നതിനുള്ള അവകാശം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, മൗലിക അവകാശമാണ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശമാണ് ഏത് അവകാശം? മൗലിക അവകാശം എന്ന് പറയുന്നത്. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു. എന്താണ് ആൻസർ വരുന്നത്? ആരാണ് ഈ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നുള്ള രീതിയിൽ ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഉത്തരം പറയുന്നത്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ. അത് അംബേദ്കർ ആണ് പറഞ്ഞത്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം നോക്കൂ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണേ. 1A, 2A, 3A, 4A. അപ്പൊ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ് ആൻസർ വരുന്നത്. 4A ആണല്ലേ. അപ്പൊ പക്ഷെ 4A എന്നൊക്കെ ആയിരുന്നു ഓപ്ഷൻ എങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേനെ. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണ്? ഏതിനകത്താണ് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെ പറ്റി പറയുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിനകത്ത് ഏതിനകത്താണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചാൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണോ അതോ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിലാണോ? ആ ഒരു ലിമിറ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. എവിടെയായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെ പറ്റിയിട്ട് പറയുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന തീയതി ഏതാണ്? ഏത് തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. 26 നവംബർ 1949, 26 നവംബർ 1950, 26 ജനുവരി 1949. ഇവിടെ ജനുവരി ആണേ. അതുപോലെ 26 നവംബർ 1950. ഇതിലേതാണ് കൃത്യമായിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ശ്രദ്ധിച്ച് ആൻസർ നോക്കി പറഞ്ഞേ. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. അപ്പോ നമ്മുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26 ആണ് അല്ലെ. നവംബർ 26 ഭരണഘടന അംഗീകരിക്കുന്നത്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നു. 042/21 എന്നുള്ള ഒരു കോഡിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32, 42, 22, 23. ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നും റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്നത് കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 32 ഹൃദയവും ആത്മാവും, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആര് വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം.
ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ വാക്കുകളാണ് ഇതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, മഹാത്മാഗാന്ധി. ആരുടെ വാക്കുകളാണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുന്നു, പഠിച്ചോളൂ, എന്റെ കൂടെ തന്നെ പഠിച്ചു വന്നോളൂ. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയട്ടെ. ആരുടേതാണ്? അത് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. മനസ്സിലായോ? എങ്കിൽ അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്താണ്? 1, 2, 3, 4 ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ DPSP എന്നല്ലേ പറയുന്നത്. അപ്പം 4 ലെറ്റേഴ്സില്ലേ? 1, 2, 3, 4. ഓക്കെ, അപ്പൊ 4ാമത്തെ ഭാഗത്താണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? 4ാമത്തെ ഭാഗത്താണ്. അടുത്ത നോക്കൂ, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്ന പേര് എന്താണ്? റിട്ട്, കമാൻഡ്, ഇടക്കാല വിധി, കോടതി അലക്ഷ്യം. എന്താണ് ആൻസർ വരുന്നത്? ആ ഉത്തരവിനെയാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്നത്, അല്ലെ? മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് റിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്നത് ഏത് ഭാഗത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരായുള്ള അവകാശം, ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം, ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ ഏത് ഭാഗത്താണ് പറയുന്നത്? ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ആ ഒരു കാര്യം പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ബാക്കി 10 ചോദ്യങ്ങൾ നമ്മൾ ഓരോ പാർട്ടുകളായിട്ട് വരുന്ന ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഇന്ന് പഠിച്ച ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ഈ ഏരിയകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ്, ഈ എല്ലാ ടോപ്പിക്സും റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അടുത്ത യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിലേക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാസ്സസ് വീതം നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ടിട്ട് പോർഷൻസ് ആ ഒരു സമയം എക്സാം ടൈം എത്തുമ്പോഴത്തേക്കും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നോടൊപ്പം പഠിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഡെയിലി ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവര് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ PSC ലോകം ബൈ ലക്ഷ്മി TS എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് ആഡ് ആവാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്